കാക്കാ ഞങ്ങളെ കയറ്റോ എങ്ങനെ കയറാ? അപ്പോൾ ഹലോ മൈ ഗായ്സ്, ഇൻട്രോ ആക്ഷൻ ഇട്ട് ചെയ്യാനെന്നൊക്കെ ഉണ്ട്, പക്ഷെ പേടിയുണ്ട്. സംഭവം ഞാൻ തോണിയിൽ കയറിയിട്ടുണ്ട്, പക്ഷെ വലിയ തോണിയിലാണ് കയറിയിരുന്നത്. ഒരു കുഞ്ഞി തോണി കേട്ടോ, ഒരു ഫൈബർ തോണി. അതെ, ബാക്കിൽ എക്സ്പേർട്ട് ഉണ്ട് കേട്ടോ, സൈക്കോ എക്സ്പേർട്ട് ഉണ്ട്. സൈക്കോ അല്ലാ കാക്കാ, എനിക്ക് നീന്താനും കൂടെ അറിയില്ല മര്യാദക്ക്. ഞാൻ കജ്ജും കറക്കട്ടെ അടിച്ച് എങ്ങനെയൊരു ജീവൻ രക്ഷിക്കും. അതിനുള്ള നീന്തലറിയില്ല, എക്സ്പേർട്ട് നീന്തലറിയില്ല. ആ അതൊക്കെ അറിയുള്ളൂ. അപ്പോൾ കാക്ക നമുക്ക് സ്പീഡ് കുറച്ച് കുറക്കാൻ പറ്റുമോ? സ്പീഡ് വേണ്ട. ഇത് അവൻ പറയണേക്ക് ഫൈബറാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വ്ളോഗ് അഗെയിൻ ഞാൻ പെണ്ണുങ്ങളെ പെരിലിട്ടാണ്ട് ചങ്ങായിമാരപ്പോൾ കറങ്ങാൻ ഇറങ്ങി. കാനഡയിൽ നിന്ന് വന്നിട്ട് ഇന്ന് 10-12 ദിവസമായി. ഇതുവരെ പെണ്ണുങ്ങൾക്ക് ഇനി കിട്ടിയില്ല. അതൊക്കെ ആകെ ബുക്ക് ഇല്ല. അപ്പോൾ ഞാൻ ഗൈസ് പേടിൻ്റെ വേജാറുകൊണ്ടേ കാക്ക ഇവിടെ എങ്ങനെ ആയുണ്ടോ? അത് ഏത് അതോ വെള്ള വീടാ? അടിപൊളി പോയേട്ടോ. അല്ല ഈ പോയ ഭയങ്കര ആയുണ്ടോ? അപ്പോൾ ഗായ്സ് 2 കിലോ നീളാ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഒരാളെ പകുതി എന്നെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇന്നെ സംബന്ധിച്ചൊരു 4 ആളെ നീളം എന്തായാലും ഈ പോയക്കുണ്ട്. കാക്ക ഇതിലെങ്ങനെ പോകും മീൻ പിടിച്ചാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അസുറു കാക്കനെ വിളിച്ചോണ്ട് നമ്മളെ കയറ്റി വെച്ചു. അപ്പോൾ കാക്ക നമ്മളെ കയറ്റി തന്നി. ഏതായാലും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. വൈകുന്നേരം നല്ല അഡ്വഞ്ചർ വേണ്ട. നബീലേ ഓൻ വായക്കാട്ടുകാരനാണേ. മറ്റേ ഇതുണ്ടല്ലോ, വായൊക്കെ വെട്ടിയാണ്ട് ചങ്ങാടുണ്ടാക്കി പോകുന്ന ടീമാണ്. അപ്പോൾ ഓന് നമ്മളപ്പോൾ മിക്കിയും കൂടി ഉണ്ട് കേട്ടോ. മിക്കി പക്ഷേ അവിടെ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് റിസോർട്ട് കയറിയേക്കാണ്. നമ്മളെ ക്യാമറമാൻ അസുറാണ് കേട്ടോ. അസുറിൻ്റെ അടുത്താണ് ഫോൺ കിടക്കുന്നത്. പിന്നെ ആക്ഷൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദമ്മിൽ നിൽക്കുകയാണ്. തിരിച്ചളിയേക്കാം, വലിയ കുഴപ്പമില്ല. മറ്റേ നമ്മളേ ബാങ്കും കൊടുത്തിട്ടോ. അപ്പം നമുക്ക് ബാങ്ക് കൊടുത്ത സ്ഥിതിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. കട്ടാക്കിയാളാ കട്ടാക്കിയാളാ പടച്ചോനെ, മരുമിനെ നേരത്തെ തോണിയുമ്പോ കൊഞ്ചാണ്. ബാങ്കിന് കോപ്പിറൈറ്റ് ഇല്ല പടച്ചോനെ, അറിയില്ല കേട്ടോ. പടച്ചോന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. പടച്ചോന് യൂട്യൂബ് ഒന്നും ഇട്ടിട്ട് വേണ്ടെന്നൊക്കെ. എങ്ങനെയെങ്കിലും കയറാക്കാം, ഒന്ന് അറ്റത്തേക്ക് എത്തിച്ചെന്നാൽ മതി, പ്രശ്നമല്ല. വെള്ളാക്കല്ലേ അടങ്ങി കിട്ടുമോ? കൊഞ്ചല അസുറോ ഞാൻ അടങ്ങിക്കൊണ്ടിരുന്നാണ്ടേ. അസുറോ അടങ്ങി. ഇതെന്താ ഉപ്പും വെള്ളം? ഇത് കടൽ വെള്ളം കാക്ക. ഇത് കടൽ വെള്ളാണേ. ഇതിൽ പോയതിന്റെ ചോയല്ല, കടലിന്റെ ഉപ്പ്. കുറച്ച് നാരങ്ങ പീഞ്ഞോണ്ട് നാരങ്ങളെ കുടിച്ചേനി. കറക്റ്റ് ഉപ്പും ചോയ. കുടിച്ചോക്കെ കുറച്ച്. നബിലിന്റെ പുതിയ പേരാട്ടോ, നബിൽ ചിപ്സ്. ബാസിൽ ക്യാഷിക്ക ആയപ്പോ നബിൽ ചിപ്സ് ആയി. നബിൽ ചിപ്സ്. സിക്കി വേണ്ട, അവിടെ ഏതൊക്കെ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. സിക്കി ഇവിടെ പരിപാടിക്ക് അവിടെ എന്തൊക്കെ കാര്യമായ പരിപാടികൾ നടക്കുന്നുണ്ട്. കാക്കാനെ എന്റെ ദമ്മക്ക് നിക്കണ്. വേഗം എങ്ങനെ നീന്താനൊന്നും തരില്ലേ? വണ്ടി ഒരു ഭാഗത്ത് ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നീങ്ങണേ. അതെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തോയ അനങ്ങ എന്നാ സംഭവം അങ്ങ പോയിക്കോളൂ. അതാണ് ഇതിന്റെ ഇന്നൊരു ഫോട്ടോ എടുത്താലോ അസറോ? തോണിന്ന് ഇറങ്ങിയാണ് ഡിസ്ക് ഇങ്ങോട്ട് ബീച്ചിൽ നിൽക്കണേ. അപ്പൊ അസറ് മാസ്ക് ഇട്ട് ഇറങ്ങാൻ ജോക്കർ മൂഡ് മാത്രമേ. ജോക്കർ മൂഡിൽ ഇറങ്ങിക്കണേ.
ജോർജ് മാഫിയ. ജോക്കറിന്റെ തീം മ്യൂസിക് അസറു കോഴിക്കോട് ബീച്ചിൽ കൂടെ മൊയന്തേങ്ങാണ്ട് മൊയന്ത് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് അസറുദ്ദീൻ തുപ്പിനിക്കാടൻ. അസറുദ്ദീൻ തുപ്പിനിക്കാടൻ ഫ്രം മൈലടി. ജോക്കറിന്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ജോക്കറിന്റെ ഒരു ഡയലോഗ് അറിയാം. നമ്മൾ ജോക്കർ ഫാൻസ് അല്ലല്ലോ. ജോക്കർ സംസാരിക്കൂലല്ലോ ഇനി. ജോക്കർ സംസാരിക്കൂല, ടഫ് ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നീലക്കോയിലിന് എബിയിൽ മാത്രമേ ഇട്ടാ. ബാസിലുണ്ടേനി, ബാസിൽ നാളെ ഈജിപ്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഡിസ്ക് അങ്ങോട്ട് പോകുന്നിട്ടില്ല. മോട്ടർ അസറും മോട്ടർ. അസറേ മോട്ടർ എങ്ങാണ്ട് കോഴിക്കോട് അങ്ങാടി കൂടെ ആരും ഐഡന്റിഫൈ ചെയ്തെക്കാൻ വേണ്ടിട്ട് ഇതിട്ട് ഇറങ്ങിയേക്കാണോ. ജോക്കറിന്റെ മുഖം മൂടിയിട്ട് ഇറങ്ങിയേക്കാണ്. ആകെ ഡിസ്ക് ആയിക്കണ്. ആൾക്കാർ റിയാക്ഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ ആൾക്കാരുടെ റിയാക്ഷൻ. ആൾക്കാരൊക്കെ ആണെങ്കിൽ പട്ടിയല്ല, ആരും മൈൻഡ് ചെയ്യണില്ല. അസറിനെ ഏതോ ഡിസ്ക് ചങ്ങായി കച്ചു കൊടുത്തിട്ടാ. ഇത് ചെയ്യട്ടോ, ഇത് ചെയ്യണം. VR എന്തായാലും ചെയ്യും. അല്ല ഈ മാസ്കിന്റെ മേലെ VR ഇടാൻ പറ്റുമോ? മുത്തേ മാസ്കിന്റെ മേലെ VR ഇടാൻ പറ്റൂലോ. മാസ്ക് അയച്ചേണ്ടി വരും. മാസ്ക് അയച്ചാതെ VR ഇടാൻ പറ്റൂല. റോളർ കോസ്റ്റർ അസറിനെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അത് പാടുന്നെടുത്താ അസറു ഡിസ്കായി, ആകെ ഡിസ്കായിട്ട് അസറു ആകെ അസറുവിന്റെ ആൾക്കാർ. അസറുവിന് നബിലിന് പോലും ഫാൻസ്. ഇനി ഐഡന്റിഫൈ ചെയ്തു അസറുവിന്. ഓംബ്ലോഗ് കുടുങ്ങി. എന്റെ മോനെ കൊണ്ടുപോയി. അല്ല നോക്ക് ഇജി മൂപ്പരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നോക്ക്. മൂപ്പര് VR ചെയ്യണാണ്. ആകെ ഫാൻസ്, അസറു ഫാൻസ്. നമ്മള് ചാടി കളിച്ചൊന്നുമില്ല. റോളർ കോസ്റ്ററോ അസറു റോളർ കോസ്റ്ററിൽ കയറോ. അത് നോക്കാം. മാസ്ക് ഒഴിവാക്കിട്ടോ, പേരിന് മാസ്ക് ഒഴിവാക്കി. ഇനി റോളർ കോസ്റ്ററിൽ കയറാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. അനക്ക് വായിക്കണോ? അത് നോക്കട്ടോ. മൂപ്പര് വണ്ടി ഓക്കെ നോക്കണ്ട്. റോളർ കോസ്റ്റർ ഈ റോളർ കോസ്റ്റർ സുഖം ഉണ്ടാവില്ല, കാരണം ആ മൂവ്മെന്റ് ഒക്കെ വേണം. എന്നാ കുഴപ്പമില്ല. എന്നാലും ചെന്ന് കളിച്ച് അസറിന്റെ കളി എങ്ങനെ ഉണ്ടാകട്ടെ. അസർ മോട്ടറായി കയറിയാണ്. ബോക്സിംഗ് ഉണ്ടോ? ഓൻ ബോക്സറാണ്. ഡിസ്ക് ബോക്സറാണോ? ബോക്സിംഗ് ഇല്ല. വരട്ടെ പരിപാടി വരട്ടെ. ഓണാട്ടെ. അസറിന്റെ കജ്ജിൽ എന്തൊക്കെ കൊടുത്തു. ഇത് എന്താന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അസർ വെയിറ്റിങ്ങിലാട്ടോ. സംഗതി ലോഡാക്കി കൊടുക്കണേ. അസർ കേറിയോ? വണ്ടി കേറിയോ? അല്ല ഞാൻ പറയട്ടെ, ഇത് വലത്തെ കജ്ജ് അടുത്ത കജ്ജ് ചോദിക്കണ്. അല്ല കുഴപ്പമില്ല. ഞാൻ ബേക്കിലിക്കണോ? നിന്നോടുക്കാനാ ഓൻ പോകണീനാ? ഓക്കെ ഡിസ്ക് കഴിഞ്ഞോ? അതിലും പോകലോ. ഞാൻ പോലും ഓക്കെ. അസറിന് മൈക്ക് കൊടുത്താക്കാം. അവിടെ വെച്ചാ പോരെ. മുന്നിലാരുമല്ലോ. ഇതാ ശരിക്കും പറഞ്ഞ ആടുണ്ട് കേട്ടോ. ആകെ നമ്മളല്ലോ. ഹായ് ബ്രോ. റോളർ കോസ്റ്റർ ഇല്ലേ ഇവിടെ അലൗഡ് ആവൂല. റോളർ
അപ്പൊ അടക്ക് ഞാൻ സംസാരിക്കട്ടെ. അനാൻസ വന്നിട്ടില്ല മുത്ത. അനാൻസ വേറെ പരിപാടി അപ്പൊ വരില്ല. വരും. അപ്പോ നമ്മളെ കേരള പോലീസ് വളരെ വിനയത്തോടെ വന്നാണ്ട് പരിപാടി നടക്കൂല, മുത്തുമണിയ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞു. എന്താ സംഭവം അലോടല്ല, പറ്റില്ലല്ലേ? പബ്ലിക് സ്പേസ് ആയണ്ട എന്ത് പരിപാടി പോലും കാട്ടി? അതിപ്പോ എന്ത് പരിപാടിയാ? മയക്കോണോ മുത്ത? ഇല്ലേ? കാപ്പിയോ? കാപ്പി ഒന്ന് കുടിച്ചു വരാ. 1000 രൂപ കോഫി കുടിച്ചോളൂ, പിടുത്തം വിട്ടു. അല്ല അത് കുഴപ്പമില്ല, കിട്ടാളാ, എനിക്ക് സ്വീപ്പ് ആവും. അപ്പോ റോളർ കോസ്റ്ററിന് ഡിസ്ക് ആയിങ്ങാണ്ട് അസുർ തലയിൽക്കെട്ടൊക്കെ ഇട്ട് VR ഒക്കെ ഓണാക്കി നിന്നു. പക്ഷെ സംഗതി നടന്നില്ല ഗായ്സ്. അസുർ പിന്നെയും ഇതിട്ടാണ്ട് ഡിസ്കായി. അപ്പൊ പിന്നെ അസുറിന്റെ ആൾക്കാർ, അസുറിന്റെ ആൾക്കാരല്ലേ? എങ്ങനെയാ അസുറിനെ കൊണ്ടൊക്കെ ഏരിയയിൽ പോവുക? എല്ലാരും ജോക്കർ പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടിയില്ലേ? അതായത് ഒരു അറിയാത്ത ആൾക്കാരൊക്കെ ഇബനേതാ അപ്പൊ ഗായ്സ് ഇനി നമ്മൾ കുറച്ചു നേരം അടുത്ത എന്തെങ്കിലും പരിപാടി ഇട്ടോട്ടെ. VR ഏതായാലും മൂഞ്ചി, അടുത്ത പരിപാടി ഇട്ടുമ്പോ ഇനി ബ്ലോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ നിർത്തണ്ടേ? ഞാൻ ഈ മാസം ലാസ്റ്റ് പോകും. താങ്ക് യു. ഇനി വീഡിയോ വരും, എല്ലാം കാണാം. ഓക്കെ മുത്ത. അങ്ങനെ ആരൊക്കെയോ കണ്ടു, സന്തോഷം. വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് എന്നതിലാണ് നമ്മൾ സന്തോഷം. എന്ത് അല്ലേ? ഞാൻ പോവാ. നമ്മൾ അടുത്തത് ഉണ്ടല്ലോ കേട്ടോ. ഈ അത്തങ്ങ ഇത് ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. ആകെ സൈക്കോന്റെ ആൾക്കാർ അല്ലേ? ആ സൈക്കോ അല്ല, ഇപ്പം മുഖം മൂടിയിട്ടാണ്ട് അങ്ങനെ സൈക്കോ വിളിച്ചതാണ്. അല്ല, നബീലിനെ വിളിച്ചതല്ല. ഏതായാലും നമുക്ക് മുന്നോട്ട് പോയേക്കാം. എന്താണ് മുന്നിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കണം നമുക്കറിയില്ല. എന്ത് അഡ്വഞ്ചർ കിട്ടിയാലും നമ്മൾ അറ്റൻഡ് ചെയ്യട്ടോ. അസറാണെങ്കിൽ ഒരു ചെന്നി ചങ്ങ എന്ത് ഏറ്റെടുക്കും. ഡിസ്ക് അങ്ങനെ ആയിട്ട് ഇറങ്ങിയ നാട്ടിക്ക് ടിക്കറ്റ് എടുത്ത് ഡിസ്ക് ആവാൻ വന്നിക്കണേ. അസറ മാങ്ങ പോയാലോ? മാങ്ങ 40 തിന്നുന്ന 40 മാങ്ങ തിന്നാണ് അസുറ പറയണേ. നമുക്ക് പോയേക്കാം. അതിൻ്റെ ഒപ്പം മുളകും. ഞമ്മള് അവിടുത്തെ തണ്ടല്ലേ ഞാൻ അടുത്ത അഡ്വഞ്ചർ കിട്ടിയോ. അസുറിന് മാങ്ങ എന്നാണെന്ന് പറഞ്ഞേ. അസുറ എത്ര മാങ്ങുന്നു? ASMR എന്താ? ഫസ്റ്റ് മാങ്ങ എടുത്തുക്കണ്ടോ അസുറു? മിക്കൊരു പൈനാപ്പിൾ എടുത്തുക്കണേ. എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. മിനിമം ഞാൻ ഒരു മിനിമം ഒരു 10ന്റെ അടിക്ക് വാങ്ങുന്നു. 10ന്റെ അടിക്കോ? ഒന്നിലും രണ്ടിലും നിർത്താലോ? അപ്പൊ എത്രയും നിർത്താലോ? നല്ല സുഖമുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഈ ഒരു ട്രിക്ക് എല്ലാവരും മനസ്സിലോർത്ത് വെച്ചോളി. 10ന്റെ അടിക്ക് എത്രയും തിന്നുന്ന പറയണം. അപ്പൊ എത്ര ആകാം? 1 2 ഇതിലൊക്കെ നിർത്താം. എനിക്കൊരു 10ന്റെ മേലെ തിന്നു ജി. 10ന്റെ മേലെ തിന്നു ജി. തിന്നു 10ന് മേലെ? 10ന് മേലെ നോടെ കടി അടിച്ചോട്ടെ. ഇത് വേണേ തിന്നോ. ഇത് 10 20 നിങ്ങൾക്ക് റങ്ക് കിട്ടണല്ലേ? ഞമ്മക്ക് ഇത് ഭയങ്കര റങ്ക് 100. ഉപ്പിലിട്ടതിനുള്ള റങ്ക് ചില്ലറല്ല, പൊലിവല്ലടാ. ഇത് കിട്ടാത്തിന്റെ എന്താ പറയാ, 1000 കിട്ടാത്തിന്റെ അതിർപ്പം വിജയിക്കും. എന്റെ അഭിപ്രായത്തിൽ വിജയിക്കും. കാരണം എല്ലാം ബീൻസിന്റെ പേരില്. ബീൻസി ഈവൻസ്, ബീൻസി പിക്കിൾസ്. അല്ലാതെ ഇവിടുന്ന് കുട്ടിയെ വെള്ളമൊക്കെ എടുക്കണ് വേണ്ട. അത് ആറിലൊക്കെ വെള്ളം കൊണ്ടിട്ടുണ്ട്. ഇവിടുന്നാണോ ഒറ്റടിക്ക്? അസുറ 1/2 മണിക്കൂർ കൊണ്ട് ഒരു മാങ്ങുന്നുണ്ട്. ഒറ്റടിക്ക് 2ാമത്തെ ആയി. മാങ്ങ ഇത് 2 ഉണ്ടാവും ഇവക്ക്. ഇത് 2 തിന്നാൻ പറ്റില്ല. ഞാൻ മാങ്ങ ശാസ്ത്രീയ വശങ്ങൾക്ക് എല്ലാവരും മനസ്സിലാം. ആദ്യം മാങ്ങ എടുക്കാം. ഇതൊക്കെ അച്ചാറോ? ഇത് അച്ചാറ്. ഇതാണ് നാരങ്ങ അച്ചാറങ്ങ. ഇത് ഇങ്ങനെ തേമ്പ. ക്ലോസ് ഇതിന്റെ ഡീറ്റെയിലിംഗ് കാട്ടി കൊടുക്ക്. മാങ്ങന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ്. ഇങ്ങനെ മാങ്ങയുടെ ഡീറ്റെയിൽ ഉണ്ടോ? എന്നിട്ട് ഇങ്ങനെ മാങ്ങ പരത്തിട്ട് ചായറ്റ. കൊറേ ഒരു 100 ലിറ്റർ വെള്ളം 10,000 ടേസ്റ്റ് 0. എന്നിട്ട് 10,000 എക്സ്പ്രഷനും. എന്നിട്ട് ഇങ്ങനെ കാണുന്ന
അടിപൊളി കേട്ടോ അച്ചാറ് അല്ലേ അടിപൊളി. അപ്പം മിയ സാധനമാണ്. രണ്ടാമത്തെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ അതൊക്കെ കുറച്ച് ഐസ് വരുത്തി തരുമോ കജ്ജാക്കാൻ? എരും മധുരം വേണ്ട, വെറുതെ പച്ചളം മാത്രം മതി. ഐസ് ഇതിലിട്ട് കജ്ജയ്ക്ക് കുഴപ്പമില്ലല്ലോ. താ വെള്ളം മൂപ്പരിഞ്ഞ് എന്തിനു ഉപയോഗിച്ചാൽ ഒന്നിനും ഉപയോഗിച്ചില്ല. കുറച്ച് തെറിച്ചനൈസ് കുറച്ച് കിട്ടി തരും. തെറിച്ചനൈസ് കാനഡ കാണാൻ പറ്റുമോ? ഇതൊന്നും ഇത്രയും കാഴ്ചകളൊന്നും കാനഡയിൽ കിട്ടൂല. അടുത്ത് തൊള്ളി കിട്ടും. അതാണ് ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുക്കണേ. കുറച്ച് പാസ് ചെയ്താ കജ്ജ കിട്ടോ. ഐസ് കജ്ജമട്ട കരുതി ആകെ ഡിസ്കായി. ഇനി ഇവിടുന്ന് 3 മാങ്ങ 2 പൈനാപ്പിൾ 4 പൈനാപ്പിള്. എന്റേതോ? ഓക്കെ അപ്പൊ 5 പൈനാപ്പിള് 4 മാങ്ങ. അന്റെ എത്ര ടോട്ടല്? 2. അന്റെ എത്ര പൈനാപ്പിളോ? ടോട്ടല് 6 8 2. അന്റെ എത്ര ടോട്ടൽ? എല്ലാം സെയിം റേറ്റ് അപ്പൊ? എല്ലാം സെയിം ആണേ. അപ്പൊ കുഴപ്പമില്ല. മുട്ടും വേണേ. സൂപ്പർ പൈനാപ്പിൾ ആയില്ലാർ സൂപ്പർ. എത്ര പിന്നെ അടുത്തായി ഗൂഗിൾ പേ. എത്ര ഡേയ്സ് ഉപ്പിൽ സിക്കി ഇതിന്റെ സോപ്പിൽ നാളെ ബിൻസി പിക്കിൾസ് ഉണ്ടാക്കേണ്ട വശീകരണ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പുതിയ സംരംഭം നാളെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബിൻസി പിക്കിൾസ്. പൈസ എത്രയാ? 110. വിനാഗിരി കിത്തന ഡേയ്സ് ഉപ്പിലിടൽ കിത്തന? This guy. No. Motor blogger. It's only collab sponsored. American tourist blogger. Collab only. അതെ ഫസ്റ്റ് കൊളാബ് അടിച്ചിട്ടോ. സൈക്കോന്റെ ഇംഗ്ലീഷ് കൊളാബ് കാണാത്തവര് സൈക്കോന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണട്ടാ. അമേരിക്കൻ ടൂറിസ്റ്റ് ഇന്റർനാഷണൽ കൊളാബ് ഉണ്ട്. അങ്ങനെ പൈസ അയച്ചെടുത്ത് അടുത്ത ഡിസ്കൈൻ കണ്ട് ഞാൻ അടുത്ത സ്ഥലം നോക്കി പോവാ. ഞാൻ അടുത്ത മുഖംമൂടി തച്ചേണ്ട അസുറോ അടുത്ത പരിപാടിക്ക് നോക്കട്ടോ. ആടാ അതേമാതിരി നീ വറുത്ത കടലാണല്ലോ. അസുറിന് വറുത്ത കടൽ എന്നാണ് പറഞ്ഞു. അപ്പോൾ നീ വറുത്ത കടൽ എന്നാ പോവാൻ. നമ്മൾ ഈ ബീച്ചിൽ ഇടങ്ങേറ് പിടിച്ച പരിപാടി എന്താ അറിയോ? ഈ മണലിൽ കൂടെ നടക്കല്. മണലിൽ കൂടെ റേഞ്ച് കൂട്ടാണ്ട് ആർക്കും നടക്കാൻ പറ്റൂല. എന്താണ് അഭിപ്രായം? നടക്കാൻ പറ്റൂല. അല്ലാ അതെ ഞാൻ ഒരു കാര്യം വേട്ടെ. ഞമ്മക്കില്ലേ കക്ക പൊരിച്ചതിന്റെ വ്യാജേന ഇവിടെ മാവ് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി തിന്നാലോ? കക്ക പൊരിച്ചാണ് പറഞ്ഞേ മാവ് കഴിച്ചാണ്ട് പൊരിച്ചു തരുള്ളൂ. അവിടെ ബീർത്തിടെ സ്ഥലം നല്ലത് തിന്നണമെങ്കിൽ അങ്ങോട്ട് ആ സൈഡ് പോകണം. ഈ ബീച്ചിന്റെ മെയിൻ സ്ഥലത്ത് മൊത്തം അലമ്പ് സാധനം കിട്ടുക. ഇവിടെ ഏതോ പാട്ടൊക്കെ പാടുന്നുണ്ട് നിർത്തികളാ. ആ പാട്ട് ഇനി ഇത് കുടിങ്ങാണ്ട് കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു നമ്മള്. ഇവിടെ മറ്റേതുണ്ട് കോഴിമുട്ട ഉണ്ട്. അതാണോ? അസുറോ പോയിട്ട് ഒന്നുകൂടി നോക്കിയാൽ കാണാൻ പറ്റും. കടലിന്റെ കട ഉണ്ട്. ഇവിടെ ഒന്നും പോയി കാണാനില്ല. അസുറിന് വിഷം നഷ്ടപ്പെട്ടോ. സൈഡ് കൂടെ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ കാണുന്നുള്ളൂ. മുഖംമൂടിമ സൈഡിൽ ഹോട്ടലായിട്ട് ഈ സാധനം കാണില്ല. ഇവിടെ വിഷം കിട്ടിയോ? അസുറു വിഷം തരാം കേട്ടോ. കടലപ്പിടിന്റെ വിഷം തരാണ് അസുറു. എടാ കടലൊക്കെ ഏത് റേഞ്ചിലുണ്ടാവുള്ളൂ ജി? കുറച്ച് എടാ അങ്ങനെ കൂട്ടണതുകൊണ്ട് എവിടുന്നാ? അത് ഐസ്ക്രീമിന്റെ ആണ്. ഓംലെറ്റിന്റെ ആണ്. ആ ഓക്കെ 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 ഓക്കെ. നമ്മൾ സംഭവം സ്പോട്ട് ചെയ്തു. സാധനം സ്പോട്ട് ചെയ്തു. ഇനി കടല വാങ്ങാൻ പോകട്ടാ. ആ ഇവിടെയാണ് അസുറോ ഇതിൽ അങ്ങോട്ട് പോയി ഡിസ്കൈ കണ്ട്. ഇവിടെ ഉണ്ട് കടല. യാ അസുറു ഫാൻസ് മുഖം മൂടിട്ട് നടന്നിട്ടും അസുറുവിനെ ആൾക്കാർ തിരിച്ചറിയുന്നു എന്നാണ്. അസുറുവിനെ ഫാൻസ് നോക്കി കടൽ വാങ്ങാൻ അസുറുവിനെന്തോ പൊതിട്ടീണ്. വാ 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 അസുറുവിനെന്തോ പൊതിട്ടീനുണ്ടോ? പോയോക്കാം. അസുറുവിനെ ചെക്കന്മാര് പൊക്കി എന്തോ പരിപാടി ഉണ്ടാകാൻ കൊണ്ടുപോണ്ട്. അസുറുവിനെ ഡാല പരിപാടി വന്നിട്ട് സൈഡിൽ കൊണ്ടുപോയിക്കാണ്ട്. അല്ല ഓക്കെ അടുത്ത സർപ്രൈസ് നമുക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാ? അതിന് പോവാണ്. അതെ സർപ്രൈസ് ആയിരിക്കാം. ആരോ ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടായിരുന്നു. ചെക്കന്മാര് കേക്ക് കൊണ്ടുവന്നാണ്. അപ്പൊ നമ്മളത് മുറിക്കാൻ വേണ്ടി പോവാണ്. ചാടി നിക്ക്. ആകെ ഇരുട്ടായി. ഇവിടെ ഒന്നും കാണുന്നില്ല. ആകെ ഇരുട്ടായി.
ട്രെൻഡിങ് കൊടുക്കല്ലേ ഹാപ്പി ബർത്ത്ഡേ താഴെ തന്നെ അതാരും ഒന്നും മനസ്സിലാകാതെ മൈക്കിന്റെ അടുത്തേക്ക് നിങ്ങൾ വീട്ടിൽ എടുത്താൽ മൈക്ക് കൈമാറിയിരിക്കാണ്. ഓക്കെ അല്ലേ? ഞാൻ ഇന്റെ അടുത്ത് വേറെ മൈക്ക്. എവിടെ നീല ഷർട്ട്? ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ മോനെ അതൊക്കെ പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ. ഓൻ കേക്ക് മുറി 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 ബീച്ചിലൊരു കേക്ക് കട്ടിങ് നല്ല വർക്കുണ്ടല്ലോ. പേടിച്ചല്ലേ മുത്തേ. അസറോ 4 വെട്ട് അതിലേല് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിന് ചെക്കൻ ഹാപ്പിട്ടാ. ഓനെ ബർത്ത്ഡേ പൊളിച്ചു. പിടിച്ചോ ഇല്ല കഴിക്ക് നിങ്ങള് കഴിക്കും മക്കളെ. കൊണ്ട മുത്തേ വാങ്ങൂ. ചെലവാ ബ്രോസ്റ്റ് കഴിക്കാം നമുക്ക്. കടലെന്നാ നിക്കണേ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാര്യങ്ങൾ മനസ്സിലാക്കണേ. കടൽ എന്നാ വന്നപ്പോ ചെക്കന്മാരെന്നാണ് ഒരു ബർത്ത്ഡേ കൊളാബ് ബീച്ചില് ലൈവായിട്ട് ബർത്ത്ഡേ കൊളാബ്. അപ്പൊ അതിനൊന്നാ നമ്മള് പോയിന്നാടാ. ശരിടാ. ഓക്കെ മുത്തുമണികളെ അടിച്ചു പൊളിക്ക്. ശരി തകർക്കട്ടെ പരിപാടികൾ നടക്കട്ടെ. പരിപാടികൾ തകൃതിയായിട്ട് നടക്കട്ടെ. സൈക്കോ ഫുള്ളാണ്. സൈക്കോക്ക് ഊറ്റായി. കേക്ക് ചോക്ലേറ്റ് സൈക്കോ കണ്ടു പഠിച്ചിട്ട് നായ്ക്കളെ ഇങ്ങനെയൊക്കെ ബർത്ത്ഡേ തരേണ്ടി. സൈക്കോക്ക് ബർത്ത്ഡേ ഒന്നും കിട്ടില്ല. സൈക്കോ കേക്കൊന്നും കിട്ടില്ല. നാടുപുറത്തിട്ട് നല്ല പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കടലപ്പീടി അവിടെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ കടലപ്പീടി ലക്ഷ്യമാക്കി പോകാട്ടോ. സിക്കെ കോയങ്ങി ക്യാമറ പിടിച്ചോണ്ട് കടലിൽ നിന്നൊരു കൊളാബ്. ഇതൊരു അലക്കമല പരിപാടിയാണ്. ക്യാമറ പിടിച്ചടക്കല്. അതെ നീ സിക്കി മുനുക. അയ്യോ ഞമ്മള് കടലമ്മക്കാടോ. ആ കടലല്ല കടലക്കടയിലേക്കാണ് നമ്മൾ പോണത്. എന്നാ കടല അങ്ങോട്ടോ. അവിടെ പാട്ടാണ്. അവിടുന്ന് വീഡിയോ എടുത്താൽ ചിലപ്പോ സീനാവും. കടലേക്ക് എല്ലാവരും കടലേക്ക് ഹാപ്പി ആയിട്ടിരിക്കും. നമ്മള് പോകുന്നാളുള്ളൂ. ബാക്കി ടീമൊക്കെ വേറെ പരിപാടികളിലാണ്. പിന്നെ മുദ്ദ നിങ്ങള് പേര് തകർത്ത് കയറി ഓ ഇവനാരെ മൗലവിയോ ആകെ ആൾക്കാരെന്നുണ്ട്. ഹസ്ബൻഡ് ഫോട്ടോ കിട്ടെ നിയാലല്ലേ നബീലിനോട് അറിയോ ഓന്റെ പെണ്ണിനെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതെ അപ്പൊ വലിയ പ്രശ്നം. പെണ്ണുങ്ങൾ ചീത്താരല്ലോ പ്രോഗ്രാമിനതാ അബൈറ്റിന്റെ പ്രോഗ്രാം. പ്രോഗ്രാമില്ല ഓരോ പ്രോഗ്രാം എന്തൊക്കെയാണ് ഇതിന്റെ ഞാനല്ല. കടലാണോ കഴിഞ്ഞു ഇല്ലേ? ഞാൻ കുറച്ചുള്ളൂ. അടുത്തോളൂ ആ ബോർഡിന്റെ അടിക്കുക. ഇവിടെ വലിച്ചല്ല.
സാധനം കുടിച്ചാ ഇവിടുന്ന് രക്ഷപ്പെടേണ്ട സമയമായിട്ടോ. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അസറ് ലോക്കാവും. അതും പറഞ്ഞ് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം അത് ഞാൻ കൊടയാം. അന്റെ മൈക്കിന്റെ അടുത്തുണ്ട് അടച്ചോ. അത് കുഴപ്പമില്ല, ആ കൊച്ചിമുളിയകാരം നീ കൊടുക്കാം. ഞാൻ നിൽക്കണ്ടോ? അപ്പൊ കാശ് ഞാനും കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞോ? ചെറിയ കൂടെ കാണലാണ്. മൈക്ക് 2 മൈക്ക് ഓണുള്ള റബ്ബേ. ഇതിപ്പോൾ ഇനി ഒന്ന് ഓഫാക്കി എന്താ സംഭവിക്കും എനിക്കറിയില്ല. നമുക്കാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാത്തതുകൊണ്ട് നോക്കട്ടെടാ, ഇതെങ്ങനെ ഓഫാക്കുക? ആടാ ഇത് എങ്ങനെ ഒന്ന് മാത്രം ഓഫാക്കുക? ഇത് രണ്ടോ? അതിലിട്ടാ ഓഫാവും. അതിലിട്ട് ഓട്ടോമാറ്റിക് ഓഫാവും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന സൈക്കോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അത് ഓഫാവുന്നുള്ളത്. അസുറാകെ ബിസി, അസുറാകെ ബിസി, എല്ലായിടത്തും അസുറുണ്ട്. ഇതൊന്ന് പിടിച്ചു ഞാൻ മുത്ത അഗൈൻ ഫോട്ടോ ഞാൻ അപ്പുറത്തേക്കാം. എവിടെയാണ്? ശരിയാണല്ലോ. ഓക്കെ മുത്തേ, അടിച്ചു പൊളിക്ക്. അനാൻസ് വരും കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. തിരക്ക് കഴിഞ്ഞിട്ട് അത് പടക്കണോ? ആകെ ഒരു കാഴ്ച വസ്തുവായി. അതിന്റെ മേലെ താഴത്തേക്ക് ചാടണം എന്നൊക്കെ പറയുന്നുണ്ട്. അസറുവിന്റെ ചെന്നിത്തരങ്ങൾ. ഈ വ്ളോഗിന്റെ ടൈറ്റിൽ തന്നെ അസറുവിന്റെ ചെന്നിത്തരങ്ങൾ നീക്കാരട്ടോ. അസറു ചെന്നിത്തരം കാട്ടാനായിട്ട് ഇറങ്ങിയതാണ്. നോക്കാം, ഇതിലിഞ്ഞൊരു 4 കടലും കൂടി ഉണ്ട്. ഞാൻ ക്രിയാത്മകമായിട്ട് എടുത്തിരിക്കുകയാണ്. കഴിക്കും കടല കഴിക്കും. കടല നല്ലോണം കഴിക്കാം. കടല ചട്ടപ്പടം ഇങ്ങനെ കൈ മാന്തരം കഴിക്കണേ. ഇപ്പൊ അയ്യോടാ ഇതും ബല ചെയ്തല്ലേ സോലസ്. ഫാമിലിക്ക് കാണിക്കും. സിക്ക് ആറ്റി നോറ്റൊന്നും ഇരുന്നേനെ. അപ്പൊ ഇതിന് കാക്ക നീപ്പിച്ചു. ബായ് കച്ചവടം ഉണ്ടോ? മെച്ചുണ്ടോ? അങ്ങനെ കുഴപ്പമില്ല. കച്ചവടം ഉണ്ടോ ചോദിച്ചാൽ മെച്ചത്തിലാണ് മാറുന്നത്. കൂടുതൽ ചോദിച്ചാണോ? അടിച്ചു ആകെ ചെന്നൈക്ക ആകെ കീറടിച്ചിക്കണ്. കച്ചവടം ചോദിച്ചോ? അപ്പൊ ബീച്ചിൽ നിന്ന് എരന്നടി വാങ്ങാനാണ്. ബനാണ് ഇപ്പൊ മോട്ടറാ. ഹലോ ഗൈസ്, ബനപ്പം ഇപ്പണ്ട് അനാന്റെ ഡൂപ്പ്. അനാന്റെ ഡൂപ്പ് വന്നിട്ടില്ലേ? പ്രോഗ്രാം പൊളിക്ക്. ആകെ അസറുവിന്റെ ആൾക്കാർ കേട്ടോ. അസറുവിനെ ഇജ്ജ് ഡിസ്കൈ വാങ്ങിയാലത് അവിടെ ഏതോ ഒരു കാക്ക എന്താ കൂട്ടി പറഞ്ഞു. ഇത് അറബിയാണ്. എന്നാലും ഇതിനൊരു കമ്മട്ട വില അറിഞ്ഞേ. 18,000 ഉറുപ്പിക എടുത്താണ് ഞാൻ ഡിയോൺ മിലാനെന്ന് വാങ്ങിയത്. പൊന്നാര ഡിയോൺ മിലാനൊക്കെ പറ്റിച്ചല് മനസ്സിലാവും. 3,000 ഉറുപ്പിക വാങ്ങിയ സാധനം ഞാൻ 18,000 കൊടുത്താൽ വാങ്ങി. ആകെ പൊട്ടനെ ചെയ്യാം. അങ്ങനെ ഞാൻ പൊട്ടനെ ഇരിക്കാണ് കാശ്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരു പാക്കറ്റ് കടലും കൂടി തിന്നാലോ? ആ ഇടങ്ങേറ് മാറ്റാൻ വേണ്ടിട്ട് ഒരു പാക്കറ്റ് കടലും കൂടി തിന്നാലോ? അസുറാന്റെ ആൾക്കാര് ആക്കണ മുത്തേ. അസുറുവിന് എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണം പറയുന്നുണ്ട്. അസുറുവിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്ക്. അസുറുവിൻ്റെ ആൾക്കാരാട്ടോ. അസറു അവൻ്റെ ഫാനായി. അസറു അവൻ്റെ ഒപ്പം ഫോട്ടോ ആണെന്ന് അങ്ങോട്ട് ചോദിച്ചാണ്ട് അസറു ഫോട്ടോ എടുക്കുകയാണ്. ഞാനും വേണോ? ഞാനും വരണം. എത്ര ഞാൻ അങ്ങനെ മുന്നിൽ പടക്കാം. അടിപൊളി ഫോട്ടോ കിട്ടി. കൊയിലാണ്ടിയാ പോകല്ലേ നമ്മള്? അല്ലെങ്കിൽ നമ്മളെ ഇതിപ്പോ പണ്ടൊക്കെ ഹനാനെ കൊണ്ടുവന്നാലും കുറച്ച് അസറുവിനെ തന്നെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ് കാശ്.
പുളിക്കൽ വ്ളോഗാണല്ലോ പേരെന്താ? വ്ളോഗാണല്ലോ വ്ളോഗ്. അപ്പൊ വ്ളോഗിൽ വരും കേട്ടോ. നമ്മളെ നമ്മളെ വ്ളോഗിൽ വരും. ഒരു ഹായ് എടുത്ത വ്ളോഗില്. അത് ഓക്കെ. അതൊരു നല്ല നീറ്റേനോ? അതാണ് ചോദ്യം. നീറ്റേനോ? ബയോളജി അല്ലേ, ജെയിന്റെ അഡ്വാൻസ് പോലെ. അല്ലാതെ നീറ്റല്ലേ? അസുറിന് എന്താ കമന്റില്? നീറ്റ് അല്ലാന്ന് പറഞ്ഞു. നീറ്റ് അങ്ങനെ തന്നെയാണ്. ഇതാണോ ഒട്ടിയാ? ഇതിപ്പോ ആരാ ഇത് വാങ്ങിയിട്ട് എന്താ കാട്ടാ? ഇത് വാങ്ങിയിട്ട് നമുക്കൊന്നും ചെയ്യാല്ലാത്തോണ്ട് ഞങ്ങള് വെറുതെ വിടണമെന്ന് അപേക്ഷിക്കാണ്. അതെ അതെ, നീറ്റല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അസുറ് മൈക്ക് അയച്ചിക്കണേ. അതിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ മൈക്ക്. അയച്ചാ എല്ലാവരും ഉണ്ട്. ഹലോ അനാൻസ് ഇവിടെ എന്നായിക്കോട്ടെ. ഇവിടെ പോലെ ആകെ മോട്ടറായി. ഇവിടെ ആകെ മോട്ടറായി. പണ്ടൊക്കെ ആനാനെ കൊണ്ടുവരുമ്പോഴേ പ്രശ്നം. ഇപ്പൊ അസുറിനെ കൊണ്ടുവന്നാൽ അതിന്റെ പ്രശ്നം എന്നൊക്കെ. നബിലാകെ ഡിസ്കായി. ഇനി 10 ഇല്ല, ഞാൻ 50 അടി കിട്ടിയ എത്തിന് വെറുതെ അടിച്ചു തന്നെ ഉള്ളു. അവിടുത്തെ അതൊന്നും എടുക്കണ്ട, ആ വീഡിയോ എടുക്കണ്ട. പൊട്ടിങ്ങളാനാ 3 പെട്ടി 50 രൂപ. അപ്പൊ 4 പെട്ടി കൊടുക്കാൻ വേണ്ട. 6 പെട്ടി 3 പെട്ടി മട്ടെന്താ? 3 പെട്ടി എங்களுக்கு 6 പെട്ടി വേണോ? ഓക്കെ തന്നെ. 3 പെട്ടി എത്ര? 3 പെട്ടി മതി. 3 പെട്ടി 50 രൂപ. 3 പെട്ടി 50 രൂപ. മൂപ്പരിക്കാൻ തരുമോ? ഇയാൾക്ക് 3ന്റെ ഗുണന പട്ടിക മാത്രമേ ഉള്ളൂ. അതല്ല, 3ന്റെ ഗുണന പെട്ടി കേവല രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രീ സംഭവം ഫ്രീ. കാക്കേ 3ന്റെ ഗുണന പട്ടിക മാത്രമേ ഉള്ളൂ കേട്ടോ. മൂപ്പര് പറഞ്ഞു 6 എണ്ണം ആണെന്ന് പറഞ്ഞു. 6 എണ്ണം കിട്ടൂലാണ്. 3 എണ്ണം ആണെങ്കിൽ തരാന്ന് പറഞ്ഞു. ഓക്കെ 6 എണ്ണം ഒറ്റടി ഞങ്ങൾ പോയിക്കാണ്ടേ 3 എണ്ണത്തിന് ഇട്ടാ പൊട്ടിക്ക് എത്ര വെച്ച്? 3 എണ്ണത്തിന് 60 രൂപ. അപ്പൊ 6 എണ്ണത്തിന് വെച്ച് 6 എണ്ണം തരില്ല. വേണമെങ്കിൽ 3 എണ്ണം 2 വട്ടം തരാം. 3ന്റെ അപ്പുറത്തേക്ക് വീണ്ടും അസുറിന്റെ ആൾക്കാർ. ഇതെന്താ പൊട്ടിച്ച? ഈ ഡിസ്കിന് പൊട്ടിച്ചറിയില്ലട്ടോ. ഒരു പാക്കറ്റ് തന്നാ ഞാന് നോട്ടെ. ഒന്ന് തന്നാ മതി, അങ്ങനെ ഇട്ടോളേ. ഓ സീൻ സാധനം. ഓ ഇത് അടിപൊളി കേട്ടോ. പരിപാടി സെറ്റപ്പാ. കാക്ക ഡിസ്കാണ്. കാക്കാനെ കിട്ടണമെങ്കിൽ കുറെ പരിപാടി ഉണ്ട്. ചോദിച്ചോക്കിയാലോ നമുക്ക്. ആ കുട്ടീനെ ഓർക്കണൊക്കെ. ഓ ആ കുട്ടി കൊടുത്താ പൈസ വാങ്ങിട്ടാ? അതെന്തിനാ അടാ ആ കുട്ടീനെ എന്തിനാ ചീത്ത അറിയണേ? നമ്മളെ പൈസ കൊടുത്ത കുട്ടീനെ ചീത്ത അറിയണേ? ഇവര് ഈ കളക്ഷൻ ആയിക്കാണല്ലേ കുട്ടികളെ, പാവങ്ങള്. പടക്കം വേണോ? പടക്കം വേണ്ടേ? എന്നാ പോട്ടെ. നെജ്മത്തുണ്ട് പേരില്. അതിന് ഓളെ ചീത്തേക്കണത് കഴിഞ്ഞിട്ട് ഇവലിപ്പം നടന്നാ ഓളെ ചീത്തേക്കും. അത് സീനായോ? പടക്ക സീനായി. അസുറിന്റെ ആൾക്കാര്. എന്റെ മോനെ ഞാൻ ഉദ്ദേശിക്കാനാണ്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. എന്തേ? ഞാൻ ഉദ്ദേശിച്ചാണ്. അബുദാബി ഫ്ലൈറ്റ്, ഇൻഡിഗോ, നാസയും ഫ്ലൈറ്റ്. ഞാൻ കൊച്ചിയിലാണ്. അത് വാങ്ങിക്കൊടുക്ക്. അത് സംഭവം പാളി. ചിക്കിങ് ഫുൾ കൊടുക്ക്. ചിക്കിങ് ഫുൾ കൊടുക്ക്. അങ്ങനല്ലേ മൊത്ത. അപ്പോ അത് ആ വാതുവെപ്പ് പാളിയിരിക്കുന്നു. പടച്ചറപ്പ് എന്തിന്റെ പേരില്? ഇഞ്ഞ വെറ്റ് വെക്കാൻ എന്തിന്റെ പേരില്?
പടക്കം വേണോ പടക്കം വേണ്ടി പറഞ്ഞോളി 50 റുപ്യക്ക് 3 പാക്കറ്റ് കൂടുതൽ വേണ്ടിയവര് കൂടുതൽ വാങ്ങാം ഇഞ്ച മേത്ത് നല്ല വരുത്താണ് സൈക്കോ സൈക്കോ പിരാന്ത് ഒറിജിനൽ സൈക്കോയി അത് നിലത്ത് എത്തിയിട്ട് സ്പാർക്ക് വരണോ മുട്ട പടക്കം വേണോ വേണ്ടേ പടക്കം വേണ്ടേ സൈക്കോന്റെ പിന്നാലെ കുട്ടികൾ കൂടിട്ടോ അതാ അവിടെ കാക്കാനെ പാട്ടുണ്ട് ആകാലം പോവും ഇവനാകെ മോട്ടർ അയക്കണ് ഇവര് കുട്ടീനെ പേടിപ്പിച്ച നേരത്തെ ഈ കുട്ടീനെ പേടിപ്പിച്ചല്ലോ നേരത്തെ ഒരു കുട്ടി കട്ടായി ഇങ്ങനെ വരും ബലൂൺ മിറ്റാണ്ട് അസറ് മുന്നിൽ കണി വന്നു വാ പറഞ്ഞു അതിന് കുട്ടി ആകെ പേടിച്ച് അസർ പിന്നെയും മോട്ടർ അടക്കിട്ട് ഇടയ്ക്ക് സൈക്കോനെ ശ്രദ്ധിക്കട്ടോ സൈക്കോ ഇടയ്ക്ക് മിസ്സാണ്ട് വേക്കുന്നത് ലൈസ് ഇട്ടാ പോയതാ ഇടയ്ക്ക് ആരൊക്കെ കജ്ജാട്ടനൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ആരാ ഇടയ്ക്ക് എന്നോട് ആരൊക്കെ കജ്ജാട്ടുണ്ടെങ്കിൽ ആരാ അത് ശരി അസറു ഡിസ്ക ഇങ്ങനെ പോകുന്നുണ്ട് മുന്നിൽ കൂടെ മോട്ടർ അസറൂത മോട്ടർ ഏതാ വേളിന്നൊക്കെ ചെറുക്കനെ ഏതാണ് ഈ വാളി കണ്ടില്ലെന്നാല് ചെറുക്കനെ നോക്കിയണ്ടേ ഏതാണ് ഈ വാളി ചങ്ങായി അതാരാ പേട്ടച്ചോനെ ഞാൻ മുണ്ടാന്ന് ഞാൻ ബ്ലൈൻഡ് ആയ പോലെ നിന്നു ആകെ സീനായി അടക്കട്ടോ ഹസറോ അടുത്ത ലക്ഷ്യസാധനം നോക്കി നടക്കും ഞാൻ ആകെ വൈകി അങ്ങനെ പെരികോല്ലേ ആകെ വൈകി ഹസറോ മോസോണ് പോയിങ്ങാണ്ടേ കോത്താമ്പി ബബിൾ ടീ ആണ് ചോദ്യം കുട്ടികളെ പേടിപ്പിച്ച അങ്ങനെ പതിവ് തെറ്റിക്കാതെ വീണ്ടും അസറിന് വേണ്ടി നമ്മൾ സ്പൈസി ബ്രോസ്റ്റ് കഴിക്കാൻ വന്നിട്ടോ മോസോണ് പോയപ്പോൾ മോസോണിൽ 1 മണിക്കൂറൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പൊ നേരെ കണ്ട് വിട്ട് ഊർക്കളവിൻ്റെ അടുത്ത് അത് ഡിസ്ക് വീടി കയറിയാണ്ട് എന്താ സാധനം സ്പൈസി ബ്രോസ്റ്റ് അസറു സ്പൈസി ബ്രോസ്റ്റിന് അഡിക്റ്റഡോ ഇത് നല്ല വീഡിയോ അത് മോസോൺ അത് അസറുവിന് പറ്റില്ല അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ നേരെ സൈക്കോന്റെ നാട്ടിലുള്ള ഒരു ബ്രോസ്റ്റ് വീടിക്ക് വന്നാണ്ട് ബ്രോസ്റ്റ് തീർക്കണേ ഓക്കെ ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യട്ടെ ചെന്നൂല്ലേ ഇപ്പം കുടിച്ചാ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ ഇനി നാട്ടിൽ പോയിട്ട് നാളെ മുതൽ ഫസ്റ്റ് വ്ളോഗാണ്. അതെ നമ്മൾ അടുത്ത പരിപാടികൾ ഇനി തുടങ്ങാൻ പോകണുള്ളൂ. നമ്മൾ ഓണായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ കെട്ടുകൾ ഇനി നാളെ ഞങ്ങള് സ്കീം പറയണ്ട നാളത്തെ സംഭവം സർപ്രൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവര് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ബെല്ലൈക്കണോ എല്ലാം ചെയ്തിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്ത് സെറ്റാക്കി തരാം. അപ്പൊ ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആയിക്കോട്ടെ. അപ്പൊ ഇനിയുള്ള അർഷുവിന്റെ വ്യത്യസ്തമായ വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരോടും ഗുഡ് ബൈ. അങ്ങനെ പറയട്ടെ. ഓക്കെ സെറ്റ്